നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം അകാര സാധകത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. സംഗീതം അഭ്യസിക്കുന്ന കുട്ടികൾക്കേവർക്കും ഈ ഒരു കാര്യം അറിയാം. അവരുടെ ഗുരുക്കന്മാർ ഒരുപക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം, പഠിക്കുന്ന വരിശകളും മറ്റും അകാര സാധകം ചെയ്ത് ഭംഗിയാക്കി അനായാസേന പാടാൻ വെക്കണമെന്ന്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? സാധാരണഗതിയിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ജന്മജ്ഞാനമായിട്ട്, അതായത് ജന്മനാ തന്നെ അകാരം നല്ല ഭംഗിയായിട്ട് പാടാൻ കഴിയും. മറ്റു ചിലർക്ക് അതല്ല, സാധക ബലം കൊണ്ട്, പ്രാക്ടീസ് കൊണ്ട്, നിരന്തരമായ അഭ്യാസം കൊണ്ട് അകാരം ഭംഗിയായിട്ട് പാടാൻ പരിശീലിച്ച് അങ്ങനെ പാടുന്നവരും ഉണ്ട്. എന്തു തന്നെ ആയാലും നല്ല രീതിയിൽ അകാര സാധകം ചെയ്തേ പറ്റുകയുള്ളൂ ഒരു സംഗീത വിദ്യാർത്ഥി. എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും എന്താണ് അകാര സാധകം? നമ്മൾ സാധാരണയായി സ്വരങ്ങൾ പാടുന്നു. സാരി ഗ മ പദ നി സ സാ നി ദ പ മ ഗ രി സ. ഈ സ്വരങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഓരോ സ്വരങ്ങളുടെ സ്ഥാനത്ത് കൃത്യമായി അകാര ശബ്ദത്തിൽ ആ സ്വരങ്ങളെ പാടണം. ആ ആ ആ ആ. ഇതിനാണ് അകാരമെന്ന് പറയുന്നത്. അകാര ശബ്ദം കൊണ്ട് ആ സ്വരങ്ങളെ പാടുന്നു. അപ്പോൾ സ്വരങ്ങൾ 4 കാലം പാടുന്നത് പോലെ തന്നെ ഈ അകാരവും 4 കാലം പാടി പ്രാക്ടീസ് ചെയ്യണം. അകാരം, ഇകാരം, ഉകാരം, മകാരം, ംകാരം. അപ്പോൾ ഇതിൽ അകാരം നല്ല രീതിയിൽ അനായാസേന വന്നു കിട്ടിയാൽ ബാക്കി ശബ്ദത്തോട് ചേർന്നുള്ള കാരുവകളെല്ലാം നമുക്ക് അനായാസേന പാടാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ്. നമ്മൾ ബാലപാഠങ്ങളെല്ലാം അഭ്യസിച്ച് കഴിഞ്ഞ്, ഗീതങ്ങളും ഒക്കെ അഭ്യസിച്ച് കഴിഞ്ഞ് നമ്മൾ സ്വരജതികൾ, ജതിസ്വരങ്ങൾ, അതിനുശേഷം വർണ്ണങ്ങൾ മുതലായ പാഠഭാഗങ്ങളിലേക്ക് നമ്മൾ വരും. ആ സമയത്തെല്ലാം ഈ ഒരു സാധക ബലത്തിൻ്റെ ആവശ്യം വളരെയധികമുണ്ട്. നമ്മൾ സാധാരണയായി നിങ്ങൾക്കറിയാം, ലളിതഗാനം പാടുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ഗാനങ്ങളൊക്കെ പാടുമ്പോൾ തന്നെ അതിൻ്റെ അക്ഷരങ്ങളിൽ വരുന്ന വളവുകളും തിരിവുകളും ഒക്കെ അനായാസേന പാടണമെങ്കിൽ നമുക്ക് അകാരം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതുപോലെ കച്ചേരികളിൽ രാഗം പാടുക, രാഗാലാപനം എന്നാണ് പറയുക. ആ രാഗാലാപനം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ അകാര സാധകം ഭംഗിയായിട്ട് ചെയ്ത് അകാരം നല്ലപോലെ വന്നു കിട്ടിയാൽ നമുക്ക് ആ വളവുകളും തിരിവുകളും അനായാസേന, അത് മാത്രമല്ല ഒരേ സമയത്ത് നമുക്ക് മധ്യസ്ഥായി, മന്ത്രസ്ഥായി, മേൽസ്ഥായി സഞ്ചാരങ്ങളെല്ലാം തന്നെ അകാരത്തിൽ കൂടി ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ ഇതിനെന്താണൊരു വഴി? നമ്മുടെ ബാലപാഠങ്ങളെല്ലാം തന്നെ സപ്തസ്വരങ്ങൾ മുതൽ മുന്നോട്ട് വരുന്ന സപ്തസ്വരങ്ങൾ, സരളി വരിശകൾ, ജണ്ട വരിശകൾ, വക്രചണ്ഡ വരിശകൾ, ധാട്ടു വരിശകൾ, അലങ്കാരങ്ങൾ, ഇവയെല്ലാം തന്നെ നല്ല രീതിയിൽ 4 കാലം അകാരം പാടി പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വർണ്ണങ്ങൾ എന്ന പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ, ശാസ്ത്രീയ സംഗീതത്തിലെ അതിപ്രധാനമായ ഒരു പാഠഭാഗമാണ് വർണ്ണം. ആ വർണ്ണഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യകത ഒരു സംഗീത വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം വർണ്ണം നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിൽ പോലും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ സാഹിത്യ അക്ഷരങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഒരു സാഹിത്യ അക്ഷരത്തിൽ നിന്ന് മറ്റൊരു സാഹിത്യ അക്ഷരം വരുന്നത് വരേക്കും ഒന്നെങ്കിൽ അതിൻ്റെ വന്ന് നിൽക്കുന്ന ആ ശബ്ദം അകാരമാണെങ്കിൽ അകാരമായിരിക്കും, ഇകാരമാണെങ്കിൽ ഇകാരമായിരിക്കും, ഉകാരമാണെങ്കിൽ ഉകാരമായിരിക്കും, മകാരമാണെങ്കിൽ മകാരമായിരിക്കും, ംകാരമാണെങ്കിൽ ംകാരമായിരിക്കും. ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയാൽ, 90% സംഗീത വിദ്യാർത്ഥികളും ആദ്യം പരിചയപ്പെടുന്ന ഒരു വർണ്ണമാണ് മോഹനവർണ്ണം, നിന്നുകോരി.
ഞാൻ ഉദാഹരണമായിട്ട് അത് തന്നെ പറയാം. നോക്കൂ. നിന്നു കോ രീ യൂ നൂറ. ഇത്രയും സാഹിത്യം പാടിയതിൽ ആദ്യ ഭാഗത്ത് തന്നെ നിന്നു നു ഉകാരത്തില നിന്നു കോ ഒകാരം രീ ഇകാരം യൂ ഉകാരം നഗ അകാരം നൂ വീണ്ടും ഉകാരം റ. അപ്പോൾ നിന്നുക്കോരി യൂനറ എന്ന സാഹിത്യാക്ഷരം നമ്മളത് വർണ്ണത്തിൻ്റെ രീതിയിൽ പാടി വന്നപ്പോൾ അതിൽ അകാരം വന്നു, ഇകാരം വന്നു, ഉകാരം വന്നു, അല്ലേ? അപ്പോൾ ഒരേ സമയത്ത് ഈ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം വർണ്ണങ്ങളിൽ വരുന്നു. അതുമാത്രമോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മേൽസ്ഥായി, മധ്യസ്ഥായി, മന്ത്രസ്ഥായി സഞ്ചാരങ്ങൾ വരുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അപ്പോൾ നല്ല രീതിയിൽ അകാരസാധകം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വർണ്ണങ്ങൾ അനായാസേന പാടാൻ പറ്റത്തുള്ളൂ. വർണ്ണങ്ങൾ 2 കാലം പാടണം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ 2 കാലമൊക്കെ നല്ല ഭംഗിയായി അകാരസാധകം ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് താളത്തിനകത്ത് ശ്രുതിയൊന്നും പോകാതെ അത് കൃത്യമായി നമുക്ക് പാടി ഫലിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. നിന്നു കോരിയൂന നൂറനീ ഖീല ലോക നായകനുപ്പ ലിംപ വയ്യന മീത കൃപജൂഡരഗ രിഗരി സരി സരി സഗരി ഗ സരി സദ സരി ഗരി ഗപ ഗപദ ഗപദ പദ സരി ഗരി ഗ സാരി ദാസ പാദ സരി ഗ സദ പ ഗരി സരി നിന്നു കോ രീ. ഞാനിത് പാടിയതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അകാരത്തിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, എല്ലാ സംഗീത വിദ്യാർത്ഥികളും സംഗീതം അഭ്യസിക്കുന്നവരെല്ലാം തന്നെ നിർബന്ധമായിട്ടും അകാരസാധകം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്ത് അനായാസേന പാടാൻ ഉള്ള ശേഷി കൈവരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കീർത്തനങ്ങളും ഒക്കെ പാടുമ്പോൾ അതിലുള്ള വളവുകളും തിരിവുകളും ഒക്കെ ഭംഗിയായിട്ട് ശ്രുതി പോകാതെയൊക്കെ ചേർത്ത് ആ കീർത്തനങ്ങൾ വളരെ ഫ്ലോയിൽ പാടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ അകാരസാധകം കൃത്യമായി ചെയ്ത് അത് അനായാസേന പാടാൻ തക്ക ശേഷി കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അകാര സാധകത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലായി കാണും. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീതപരമായിട്ടുള്ള കൂടുതൽ അറിവുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.